പാലക്കാട് പല്ലഞ്ചാത്തന്നൂരിൽ 14-കാരന് ആത്മഹത്യ ചെയ്തതിൽ പരാതിയുമായി കുടുംബം. കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അർജുനാണ് മരിച്ചത്. ക്ലാസ് അധ്യാപിക അർജുനെ നിരന്തരം മാനസികമായി പീഡിപ്പിക്കാറുണ്ടായിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾ തമ്മിൽ മെസ്സേജ് അയച്ചതിന് അധ്യാപിക അർജുനെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിലുണ്ട്. വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ സ്കൂളിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ്. സ്ഥലത്ത് നിന്ന് ടി നന്ദഗോപാൽ ചേരുന്നുണ്ട്. നന്ദഗോപാൽ, വലിയ പ്രതിഷേധം വിദ്യാർത്ഥികൾക്കിടയിൽ പോലും ഉയർത്തിയ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഈ അധ്യാപികയെക്കുറിച്ചുള്ള കുടുംബത്തിന്റെയും ഈ കൂട്ടുകാരുടെയും ഒക്കെ പരാതി? അവിടെ ശക്തമായ പ്രതിഷേധമാണ് കുട്ടികളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നു. എല്ലാ കുട്ടികളും സ്കൂൾ കോമ്പൗണ്ടിലേക്ക് പുറത്തിറങ്ങി മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധിക്കുകയാണ്. വി വാണ്ട് ജസ്റ്റിസ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് കുട്ടികൾ ഇവിടെ പുറത്ത് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണം 14-കാരനായ ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യയാണ്. ഈ കുട്ടി ആത്മഹത്യ ചെയ്തത്, അതായത് പൂവഞ്ചാത്തൂർ സ്വദേശിയായ അർജുൻ എന്ന 14 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തതാണ് ഈ പ്രതിഷേധത്തിന് പിന്നിലെ കാരണം. ഇവർ പറയുന്നത് ഇവിടെയുള്ള അധ്യാപിക അർജുനെ നിരന്തരമായി മാനസികമായി പീഡിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ്. ഈ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾ തമ്മിൽ മെസ്സേജ് അയച്ച് ഭീഷണിപ്പെടുത്തിയതിനുൾപ്പെടെ ഈ അധ്യാപക അർജുനെ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് കുട്ടികൾ പറയുന്നു. അതോടൊപ്പം തന്നെ സൈബർ സെല്ലിൽ പരാതി നൽകുമെന്നും അധ്യാപിക ഭീഷണിപ്പെടുത്തിയതായി ഈ കുട്ടികൾ ഉൾപ്പെടെ പറയുന്നു. അർജുന്റെ കുടുംബവും സമാനമായ രീതിയിലുള്ള പരാതി കുഴൽമന്ദം പോലീസിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ അധ്യാപികയെ സ്കൂളിൽ നിന്നും പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ക്ലാസുകളെല്ലാം ബഹിഷ്കരിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം സ്കൂളിന് പുറത്ത് നടക്കുന്നത്. എല്ലാ കുട്ടികളും പറയുന്നത് ഇത്തരത്തിൽ അധ്യാപികയുടെ ഭാഗത്തു നിന്നും മോശമായ ഒരു പെരുമാറ്റം അർജുന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അർജുനെ ഈ അധ്യാപക മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അത്തരത്തിലാണ് ഒരു ശക്തമായ പ്രതിഷേധത്തിലേക്ക് മുഴുവൻ കുട്ടികളും എത്തിയിട്ടുള്ളത്. ഏതായാലും സ്കൂൾ കോമ്പൗണ്ടിന് പുറത്ത് ഉള്ള കുട്ടികൾ ഇപ്പോൾ അകത്തേക്ക് സ്റ്റാഫ് റൂമിനടുത്തേക്ക് പ്രതിഷേധവുമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ മുദ്രാവാക്യം വിളികളുമായി മാത്രമാണ് കുട്ടികൾ ഇവിടെ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 14 വയസ്സുകാരനായ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അർജുന്റെ ആത്മഹത്യയെ തുടർന്നാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധമാണ് നടക്കുന്നത്. സ്കൂളിലേക്കാണ് അധ്യാപിക നിരന്തരമായി മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നുള്ള ആരോപണത്തിലാണ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ പ്രതിഷേധം സ്കൂളിൽ നടക്കുന്നത്. കുടുംബത്തിന്റെ പരാതി നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യം കൂടിയാണ് പഠിപ്പ് മുടക്കി വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജുനെ അധ്യാപിക നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഈ കുട്ടികൾ തമ്മിൽ മെസ്സേജ് അയച്ചതിന് അധ്യാപിക അർജുനെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിലാണ് സ്കൂളിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്. നന്ദഗോപാൽ ചേരുന്നുണ്ട്. നന്ദഗോപാൽ, പോലീസ് ഇടപെട്ടിട്ടുണ്ടോ? ഈ അധ്യാപിക സ്കൂളിൽ തന്നെ ഉണ്ടോ? എന്താണ് സ്കൂളിന്റെ അധികാരികളുടെ ഇല്ലെങ്കിൽ മറ്റ് അധ്യാപകരുടെയൊക്കെ നിലപാട്? വയസ്സുകാരനാണ് ആത്മഹത്യ ചെയ്തത്. പാലക്കാടാണ് ഈ വിദ്യാർത്ഥികൾ, ഒരു സ്കൂൾ മുഴുവൻ പ്രതിഷേധിക്കുന്നത്. വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ ഒരു അധ്യാപികയ്ക്കെതിരെയാണ് പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. നേരത്തെ തന്നെ അധ്യാപകർ പല രീതിയിൽ കുട്ടികളോടുള്ള പെരുമാറ്റ രീതിയിൽ ഇല്ലെങ്കിൽ അവരെ മാനസികമായി പീഡിപ്പിക്കുന്നതിലൊക്കെ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇത്രയധികം വിദ്യാർത്ഥികൾ, അതും സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇങ്ങനെ പഠിപ്പ് മുടക്കി പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. കാരണം അത്രയധികം പീഡനം ആ വിദ്യാർത്ഥി അനുഭവിച്ചിരുന്നു എന്നതിൻ്റെ കൂടി തെളിവാണ് വിദ്യാർത്ഥികൾ ഈ രീതിയിൽ ജസ്റ്റിസ് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിക്കുന്നത് എന്നുള്ളതാണ്. അധ്യാപിക നിരന്തരമായി പീഡിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ വിദ്യാർത്ഥികൾക്ക് അറിയാമായിരുന്നു. ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു, ഇല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ഇവർ സംസാരിച്ചിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ അധ്യാപിക അർജുനെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് പറയുന്നത്. കുടുംബവും ആ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. നിരന്തരം മാനസികമായി വിദ്യാർത്ഥിയെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു അധ്യാപിക എന്നാണ് പറയുന്നത്. അധ്യാപികയുടെ കാര്യത്തിൽ മറ്റധ്യാപകരുടെ നിലപാട് അറിയേണ്ടതുണ്ട്. പോലീസ് എന്ത് നടപടികളിലേക്ക് കടക്കുന്നു എന്നറിയേണ്ടതുണ്ട്.
14 വയസ്സുള്ള വിദ്യാർത്ഥിയാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. സ്കൂളിലെ ഒരു അധ്യാപികയുടെ പീഡനം കാരണമാണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്നത് ഏറെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. അല്പസമയത്തിനകം തന്നെ സ്കൂൾ പ്രിൻസിപ്പൽ നമ്മളോട് പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രവുമല്ല, ഇതിൽ മറ്റ് അധ്യാപകരുടെ ഭാഗം കൂടി കേൾക്കേണ്ടതുണ്ട്. എന്തായിരുന്നു 2 ഭാഗവും കേൾക്കുക എന്നുള്ളതുകൊണ്ട് മറ്റൊരു ഭാഗം കേൾക്കണം. പക്ഷേ ആ വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു, ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു അധ്യാപികയുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ മാനസികമായുള്ള പീഡനത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ എന്നുണ്ട്. അതിൽ സ്വാഭാവികമായിട്ടും 2 വശങ്ങൾ കൂടി പരിശോധിക്കണം. വിദ്യാർത്ഥികൾ ആത്മഹത്യയിലേക്ക് കടക്കുന്ന ഗുരുതരമായിട്ടുള്ള വിഷയം അവിടെയുണ്ട്. അതിനപ്പുറത്തേക്ക് അധ്യാപകർ പെരുമാറുന്നതിലെ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടുന്ന സംഭവമാണ്. എന്തായാലും വിദ്യാർത്ഥികൾ മുഴുവൻ പഠിപ്പ് മുടക്കി പ്രതിഷേധിക്കുകയാണ്. അവരെ ക്ലാസ്സിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആ പ്രതിഷേധം പറഞ്ഞു ഒരു പ്രതിഷേധമാവും എന്നുള്ളതാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതിഷേധം അല്ലെങ്കിൽ കൂടി അതിലും പെൺകുട്ടികൾ ഉൾപ്പെടെ പുറത്തേക്ക് ഇറങ്ങി, അതേപോലെ ആൺകുട്ടികൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ ഉൾപ്പെടെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറയുന്നത് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾ ഈ പ്രതിഷേധിക്കുന്ന മിക്ക പേർക്കും ഈ സംഭവത്തിന്റെ വ്യാപ്തവും അറിയില്ല. പല കാര്യങ്ങളും ഇവർക്ക് അറിയാണ്ടാണ് സംസാരിക്കുന്നത്. ഇവര് പ്രതിഷേധം ഉൾപ്പെടെ ടീച്ചർ രാജിവെക്കാൻ ഇവർ എന്ത് നിയമത്തിലാണ് പറയുന്നത്? ഇവര് ഒരു കാര്യത്തിലാണ് കുട്ടികൾ 2 അഭിപ്രായത്തിൽ നിൽക്കുന്നു. യെസ്, ആ വിഷയത്തിലെ പ്രതികരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിൻസിപ്പൽ മാത്രമല്ല, അവിടുത്തെ വിദ്യാർത്ഥികൾ, ഈ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളല്ലാത്ത ചില വിദ്യാർത്ഥികളും അവിടെ പ്രതികരിക്കുന്നുണ്ട്. എന്തെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ. മരിക്കുന്നതിന്റെ തലേ ദിവസം വരെയും എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ. ആ മരിക്കുന്ന ദിവസം അമ്മ ആ ടീച്ചറുടെ ഫോണിലേക്ക് ടീച്ചറെ എനിക്ക് കുറേ കാര്യങ്ങൾ ടീച്ചറോട് പറയാനുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അന്ന് ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു ഇഷ്യൂ ടീച്ചറെ ഹോൾ ക്ലാസ്സിൽ നല്ല രീതിയിലാണ് കുട്ടികളോട് പ്രസന്റ് ചെയ്തത്. നല്ല രീതി എന്ന് വെച്ചാൽ കുട്ടികൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതിൽ പല അപകടങ്ങളും. അങ്ങനെയല്ല, ഭീഷണിപ്പെടുത്താന്നല്ല, നമ്മളിപ്പോൾ കുട്ടികളോട് ജയിലിൽ കയറാനുള്ള സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പനിഷ്മെന്റ് ഒക്കെ കിട്ടും. അതിന് കാരണം എന്താ? നമ്മൾ ഈ ഫോണിൽ IP ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരുടെ ID ട്രാക്ക് ചെയ്ത് അതിലൂടെ വേറെ കോളുകൾ ചെയ്യുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ഒരു അധ്യാപിക പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി. ഓരോ അധ്യാപകരും ഓരോ രീതിയിലായിരിക്കില്ലേ സംസാരിക്കുന്നുണ്ടാവുക. ആ രീതി അല്ല, ചെവിയിൽ പിടിച്ചു എന്നുള്ളതാണ്. അത് അല്ല, ആ ഒരു കംപ്ലൈന്റ് അന്വേഷിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് കംപ്ലൈന്റ് കിട്ടിയാലല്ലേ ഞാൻ അന്വേഷിക്കാം. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു കംപ്ലൈന്റും കിട്ടിയിട്ടില്ല. സ്കൂളിലെ മുഴുവൻ കുട്ടികളും പുറത്തിറങ്ങി ഇത്തരത്തിൽ പ്രതിഷേധിക്കുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഇല്ല, 100% ഇല്ല. അത് എനിക്ക് ഉറപ്പ് തന്നെയുണ്ട്. അപ്പൊ ഈ അല്ല കുട്ടികൾ ഒരിക്കൽ പോലും അതിന്റെ കംപ്ലൈന്റ് തന്നിട്ടില്ല. ഇനി അന്വേഷിക്കാം. അതായത് കുട്ടികൾ എന്നെ ആശ ടീച്ചർ പിച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലൈന്റ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കുട്ടികൾ ഒന്നും കിട്ടിയിട്ടില്ല, ഒരു കംപ്ലൈന്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത്തരം ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് പോയ അടിസ്ഥാനത്തിൽ എന്താണ് സ്കൂളിന്റെ അടുത്ത നടപടി? എന്താണ് സ്കൂളിന്റെ അടുത്ത നടപടി? ആസന HM ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ച് ഒന്നുകൂടെ ഗൗരവമായിട്ട് അന്വേഷിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ മേലധികാരി എന്നോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്, അവർക്ക് റിപ്പോർട്ട് കൊടുക്കും. മാനേജ്മെന്റിനോട് അവതരിപ്പിക്കും. പിന്നെ അവരാണ്